ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം തന്തയും തള്ളയും കാണുന്നില്ല. അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്ന് പോലും തിരക്കാൻ മക്കൾക്ക് നേരമില്ല. അവര് പണത്തിന് വേണ്ടി പരസ്പരം തല്ലി പിടിക്കുന്നു. പോയി ചത്തൂടെ നിങ്ങൾക്കെല്ലാം. നീ ആരടി അത് പറയാൻ? ഇതേ പ്രകാശനും കൂടി വാടക കൊടുക്കുന്ന വീടാ. ഇവിടെ എന്തു കൂത്താടണമെന്ന് ദേ ഞാൻ തീരുമാനിക്കും. എന്നെ ഭരിക്കാനേ നീ വരണ്ട. ഞാനേ ആരെയും ഭരിക്കാനൊന്നും വരുന്നില്ല. അകത്ത് വയസ്സായ ഒരു സ്ത്രീ തളർന്നു കിടപ്പുണ്ട്. അവസാന സമയത്തെങ്കിലും അവർക്കൊരല്പ സമാധാനം കൊടുക്കണം. പണത്തിനു വേണ്ടി രണ്ടാളും പരസ്പരം തെരുവ് നായ്കളെ പോലെ തമ്മിൽ തല്ലി പിടിക്കുകയോ കടിച്ചു കീറുകയോ ചെയ്തോളൂ. പക്ഷേ അത് ഈ വീടിന് പുറത്തു മതി. അകത്ത് തളർന്നു കിടക്കുന്ന സ്ത്രീയുടെ മകന്റെ പേരില, അതായത് എന്റെ അച്ഛന്റെ പേരില ഈ വീടിന്റെ വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. ആ അധികാരം വെച്ച് ഞാൻ പറയാ, തമ്മിൽ തല്ലണമെങ്കിൽ ഇറങ്ങിക്കോണം രണ്ടും പുറത്ത്. ഞാൻ പോവാം, പക്ഷെ എന്നെ പറ്റിച്ചെല്ലാം നേടിയെടുക്കാന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ അതിന് അനുവദിക്കില്ല. കൊന്നിട്ടായാലും എനിക്ക് കിട്ടാനുള്ളത് ഞാൻ നേടിയിരിക്കും. നിനക്കേ ചെയ്യാൻ പറ്റുന്നൊക്കെ നീ അങ്ങോട്ട് ചെയ്യടാ. കാണിച്ചു തരാം എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. പോടാ 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 പോടാ. പ്രകാശേട്ടാ, ശത്രുനിരയ്ക്ക് ശക്തി കൂടുകയാണല്ലോ. ഈ യുദ്ധം ജയിക്കാൻ പ്രകാശേട്ടന് ഒത്തിരി ബുദ്ധിമുട്ടും. ഇന്നലെ രാത്രി കയറി കിടന്ന് പഴയ ബസ്സാണല്ലോ ഇത്. മാധവേട്ടനെവിടെ? മാധവേട്ടാ, 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 യോ മാധവേട്ടാ, മാധവേട്ടാ, ഇതെവിടെ പോയി? മാധവേട്ടാ,